ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഫുള്ള് ഏകദേശം വോയിസ് ഓവറിനെ കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇന്നത്തോടു കൂടെ എൻ്റെ എന്താ പറയുക മൈക്കൊന്നും ഇല്ലാത്ത ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. കാരണം നമ്മൾ വിൻചേട്ടനൊരു മൈക്ക് കൊളാബ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും സെപ്പറേറ്റ് മൈക്കായി കേട്ടോ. അല്ലെങ്കിൽ വിൻചേട്ടനെ തിരക്കണ സമയത്ത് എനിക്ക് ഉണ്ടാവില്ല, എനിക്ക് തിരക്കണ സമയത്ത് വിൻചേട്ടന് മൈക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ദിവസങ്ങളൊക്കെ ആവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നാളെ തൊട്ട് നമുക്ക് മൈക്ക് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ രാവിലെ പിള്ളേരൊന്ന് റെഡിയാക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോൺ ഓഫായിരുന്നു കേട്ടോ. രാത്രി ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാൻ മറന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് ജിമ്മിലേക്കാണ്. എത്ര ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം എന്തോ ആയിട്ടുണ്ട് ജിമ്മിൽ പോയിട്ട്. കാരണം പീരീഡ് സംബന്ധമായിട്ട് പ്രാവശ്യം എനിക്ക് ഭയങ്കര ഹെവി ആയിരുന്നു, ബ്ലീഡിങ്ങും പെയിനും ഒക്കെ. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് റെസ്റ്റങ്ങ് എടുത്തു. കാരണം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ടയേർഡാവും, പ്രത്യേകിച്ച് പീരീഡ്സ് ആകുമ്പോൾ. ഞാൻ ശരിക്കും പീരീഡ്സ് ആകുമ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്ത് പറ്റിയെന്ന് അറിയില്ല, നമുക്ക് ബോഡി ചേഞ്ചിൻ്റെയും എന്തെങ്കിലുമൊക്കെ ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം. എനിവേയ്സ് കുറേ ദിവസങ്ങൾക്ക് ശേഷം പോവുകയാണ്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. കാരണം എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, എത്ര ടെൻഷനായിട്ട് പോയാലും അവിടെ എത്തി തിരിച്ച് പോരുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ തന്നെ കോച്ച് ഉണ്ടായിരുന്നില്ല. ഞാൻ 9 മണിക്കാണ് എത്തിയത് കേട്ടോ. 9:30 ആകുമ്പോഴാണ് ആളെത്തുക. അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ബ്രീത്തിങ് എക്സസൈസാണ് ചെയ്യുക. ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ബ്രീത്ത് എടുത്തിട്ട് പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യുള്ളൂ. നല്ല സാവധാനം തന്നെ ചെയ്യും. 20 ടൈംസ് ഞാൻ ചെയ്യും കേട്ടോ, 2 നോസിൽ വെച്ചിട്ടും. പിന്നെ നമുക്കൊന്ന് ഫുൾ ബോഡി വർക്കൗട്ടായിരുന്നു. കോച്ച് ആക്ച്വലി കുറച്ച് ദേഷ്യത്തിലായിരുന്നു, കാരണം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കാര്യം പറഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എനിവേസ് ഫുൾ ബോഡി വർക്കൗട്ടായിരുന്നു ഇന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കുറേ ദിവസം വരാത്തതിൻ്റെ ഫുള്ള് നമ്മൾ ഇന്നത്തോടു കൂടെ അങ്ങ് തീർത്ത് കൊടുക്കണ പോലെയായിരുന്നു. 2ൻ്റെയും 5ൻ്റെയും ഒക്കെ അങ്ങ് എടുത്തങ്ങ് എന്താ പറയുക, പറത്ത് വരുന്നുണ്ട് അമ്പലമൊക്കെ കേട്ടോ. പക്ഷേ നമ്മൾ കുറേ ദിവസം പോയതിൻ്റെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. നോർമൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ബോഡിയൊക്കെ സെറ്റായിട്ടാണ് ആക്ച്വലി ഞാൻ പോയത് കേട്ടോ. 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ടയേർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുഴപ്പമില്ലാതെ ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വേറെ കുറേ നമ്മൾ ചെയ്യാത്ത കുറേ വർക്കൗട്ടുകളൊക്കെ ആൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളെ കോച്ച് ആക്ച്വലി അടിപൊളിയാട്ടോ ആ കാര്യത്തിൽ. കാരണം എന്താ പറയുക, ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇപ്പോൾ ചെയ്ത് വർക്കൗട്ടായിരിക്കും നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഒട്ടും ബോറിങ് ഉണ്ടാവില്ല, നൈസായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എന്നോട് കുറച്ച് നേരം മേലെ പോയി നടക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരുപാട് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേലേക്ക് അങ്ങോട്ട് കൂടുതൽ പോയില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കയ്യും കാലം തളർന്നു പോകുമായിരുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുന്നൊരു പെയിൻ ഉണ്ടല്ലോ, അത് അനുഭവിക്കുക തന്നെ വേണം ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ മേലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ എടുത്ത്, പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. മാറ്റിൽ കുറച്ച് നേരം കിടന്നപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് സുഖിച്ച് പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നേരെ കോച്ചും പോയതുകൊണ്ട് കോച്ച് 10:30 വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പോവും. അപ്പോൾ പിന്നെ ഞാൻ നടന്നില്ല, നേരെ അങ്ങ് പോയി. വെയിറ്റ് നോക്കിയപ്പം ആസ് യൂഷ്വൽ അത്ര വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല. 55 എന്തോ ആയിരുന്നു ഞാൻ. 54 സംതിങ് എന്തേ ഉള്ളൂ. കുറഞ്ഞിട്ടും ഇല്ല കൂടിയിട്ടും ഇല്ല. അങ്ങനത്തെ ഒരു മെയിൻറ്റെയിൻ. ഞാൻ ആക്ച്വലി ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെന്നപ്പോഴാണെങ്കിൽ നമ്മളെ കുഞ്ഞിക്കണ്ണൻ ഉറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് കുറേ തരം കളിച്ചേ. അരിയുണ്ട പൊരിയുണ്ട ഒരു ഉമ്മ നമുക്കൊരു ഉമ്മത കടിച്ചിട്ട് അയ്യോ അവിടെ വെക്കാനല്ലേ തരില്ല. സമയം 12:30. ഞാൻ ജിമ്മിൽ നിന്ന് വന്നിട്ട് നേരെ വൈമോളി പോയി. അവിടെ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരുന്നു. കുറേ ദിവസങ്ങളായില്ലേ ജിമ്മിൽ പോയിട്ട്. ഫുൾ ബോഡി വർക്കൗട്ട് ആയിരുന്നു. ആൻഡ് നമുക്ക് ഈ മല ഒന്ന് റിമൂവ് ചെയ്യിപ്പിക്കണം. ഇവനെ വെച്ച് ഞാൻ എങ്ങനെ ചെയ്യാം? അയ്യോ എനിക്ക് തരാറേ. കൊറേ തുണികൾ കൊടുക്കാണ്ട് വിശക്കണം. ഷിബച്ചിക്ക് കാശ് കൊടുത്തേ ഉണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിൽ ഉറങ്ങില്ല നേരെ. അതാണ് ഉറക്കം ശരിയാവില്ല അവന്.
ഹായ് പറഞ്ഞേ. ഇവിടെ വെക്കണ? ഓക്കെ. ബാക്കിലേക്ക് ഇരിക്കുന്നു, അതാ കണ്ണനെ കാണില്ല. ഇവിടേക്ക് ഇരിക്കും, ഇവിടെ ഇങ്ങനെ. അയ്യോ. ഓക്കെ. ആ നീ ഹായ് പറഞ്ഞേ. ഇങ്ങനെ ഇരിക്കേ. ആ നീ ഹായ് പറയ്. അമ്മ പറയട്ടെ ഹായ്. കാശാ ചുമക്ക് കൊടുക്കണ്ടേ? ദേ കണ്ണൻ അമ്മ കഴിക്കണ നോക്കണേ. ദേ കണ്ണൻ കഴിക്കണ വെച്ച്, കണ്ണൻ കഴിക്കണ വെച്ചെടുത്തേ. പൂച്ചമ്മ നോക്കി, പൂച്ചമ്മ നോക്കണോക്കി. ഓ ആരാ? അച്ഛമ്മോട് ഒരു ഹലോ പറഞ്ഞു കൊടുത്തേ. അച്ഛമ്മക്ക്, അച്ഛമ്മക്ക്. ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും എന്റെ മുന്നില്? മങ്കിക്കൊങ്ക കണ്ണാത്തു വേണ്ട, വേണ്ട കണ്ണ, കണ്ണ വേണ്ട. ദേ പോണു ഞാൻ. അമ്മ നോക്കി അമ്മ, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്റ്റലിലാക്കൂട്ടാ. മാമാട്ടി, മാമാട്ടി അങ്ങനെ കൊഞ്ചി കൊഞ്ചി ശിവജിയാ. ഇങ്ങനത്തെ ഷീബേച്ചൊക്കെ ഇറങ്ങാണ സമയത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് കണ്ടത് തോന്നുന്നു ഞാൻ ലഞ്ച് കഴിക്കാതിരിക്കുന്നത് കേട്ടോ. കാരണം ഒത്തിരി ലേറ്റായി, കുറേ തുണികൾ മടക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ണിങ്ങനെ കണ്ണൻ പൂച്ചെടുത്തിട്ട് എന്നാ സമയം 7 മണിയാവാനായി. ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നത്. ഞാൻ ഉറങ്ങിയില്ല, ഞാൻ വീഡിയോ അടിച്ച് ഞങ്ങൾക്ക് ചോണ്ടിരിക്കായിരുന്നു. ജിംബു ഉറങ്ങി, അപ്പു ഉറക്കം കഴിഞ്ഞ് എണീറ്റു, കണ്ണൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റ്. ഞാൻ കുറെ ദിവസമായി വിളക്കൊക്കെ കൊളുത്തിയിട്ട്, വിളക്ക് കൊളുത്തണം. അപ്പൊ ഞാൻ വേഗം പോയി കുളിക്കണം. അമ്മ അതേ കറികളൊക്കെ ചൂടാക്കുന്നു. അത് ചെവിയില് വെച്ച് ഒന്ന് കാണട്ടെ. എല്ലാവരും നിക്കാനല്ല, ചെവിയില് വെക്ക്, ചെവിയില്. ഫോൺ ചെവിയില് വെക്ക്. ആ വെക്ക്. ഹലോ പറഞ്ഞേ. ഹലോ. അച്ഛന്റെ ഫോണല്ലേ ഇത്? അമ്മക്ക് തന്നെ. അയ്യോ കാല് കുടുങ്ങിയ. ആ എടാ അവിടെ നിക്കടാ. ഓ ഫോട്ടോ എടുക്കണ. അച്ചൂ കുടു. ഞാൻ കുളിച്ചിട്ട് വരാട്ടാ. കുളിക്കട്ടെ അമ്മ. ആ
അങ്ങനത് ഞാൻ വേഗം മേലൊക്കെ കഴുകി സുന്ദരിക്കുട്ടിയായി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് വിളക്ക് കൊളുത്തിട്ട് കുറേ ദിവസമായേ. ഇവിടെ ഞാനല്ലാതെ വേറെ ആരും വിളക്ക് കൊളുത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് ജിമ്പ് കുറച്ചുകൂടെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കാം എന്നൊക്കെ. പക്ഷേ ആളുണ്ടല്ലോ കുറേ എണ്ണ എടുക്കും, അതിൽ 2-3 ചന്ദനത്തിരിയൊക്കെ എടുക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ദേഷ്യപ്പെടും. അപ്പം ഞാൻ വിചാരിച്ചേ കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്തോളും, അപ്പോൾ അതുവരെയൊക്കെ ഞാനങ്ങ് ചെയ്യാം. അപ്പോൾ കുറേ ദിവസമായിട്ട് എടുത്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്. കുറേ ഈ ട്യൂബിൻ്റെ അടിയിലാണ് ഞാൻ വെക്കുക കേട്ടോ. ഈ പൈപ്പ് എന്നല്ല, വിളക്ക്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ണനൊക്കെ ഒന്ന് എടുക്കും ഒക്കെ സീനാണ്. അപ്പം ഞാനിപ്പോൾ ചെടി മാറ്റിയിട്ട് ഇപ്പം ചന്ദനത്തിരിയും വിളക്കും ഒക്കെ ഈ സ്റ്റാൻഡിൽ വെക്കുന്നത് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിൽ സ്റ്റാൻഡില്ലേ അതിൽ. കാരണം കണ്ണൻ ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും അവൻ കയറാൻ പറ്റുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ അവൻ കയറുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു വിളക്ക് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നാറുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഇങ്ങനെ തുളുമ്പി പോകുന്നില്ല, പിന്നെ ഭയങ്കര ഹാൻഡിയാണ് നമുക്ക് എടുക്കാനൊക്കെ. പക്ഷേ തിരി വെക്കാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ചന്ദനത്തിരി വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് ഇങ്ങനെ തിരി അങ്ങോട്ട് കറക്റ്റ് കയറിപ്പോളും. പിന്നെ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ഈ വിളക്ക് കൊളുത്തുന്നത് സംഭവം ചെയ്യുമ്പോൾ എപ്പോഴും മുന്നത്തെ തിരിയുടെ ബാക്കിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഈ കർക്കിടകത്തിൻ്റെ വ്ളോഗ് ചെയ്ത സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, പഴയ തിരി കത്തിച്ച തിരി വീണ്ടും കത്തിക്കരുത് കേട്ടോ. അപ്പം ഞാനത് മാനിച്ചതുകൊണ്ട് ഞാൻ കറക്റ്റ് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. വാ നമുക്ക് 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 നാമം ചെല്ലാം, നാമം ചെല്ലാം, നാമം ചെല്ലാം. കണ്ണനെ നോക്കി നാമം ചെല്ലാം. വാ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിധം ലംബോദരം. അപ്പൊ സൗണ്ട് വെച്ചേ, പാട്ട് ഓഫ് ചെയ്ത മതിന്. ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ശിവം ശിവകരം ശാന്ത ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം സർവമംഗളമംഗല്യേ സർവാർത്ഥസാധികേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമോസ്തുതേ. കണ്ണനെടുത്തതോ ഇത് വെളിച്ചെടുത്തു, അടർത്തി എടുത്തു കണ്ണൻ. ആ കഞ്ഞി വേണോ ചായ വേണോ? കഞ്ഞി എടുക്കട്ടെ? കഞ്ഞിക്കാം. ബാ. എന്ത് ഇഷ്ടായത്? ചൂട് ചോറ്, വെളിച്ചെണ്ണ, ഉപ്പ്, അയില വറുത്തത്. വരുന്നുണ്ടാ? ഇതാക്കട്ടെ അപ്പൊ ക്ലിപ്പ്. വാമിക്ക് വാങ്ങിക്കാറുന്നല്ലത് ഇങ്ങനെ തന്നെ. കഴിക്കോ? അമ്മയുടെ പൊന്നല്ലേ. നാളെ ഞാൻ സ്കൂളിലേക്ക് വരും. അപ്പുന്റെ ജിംബു ചേച്ചിയുടെ സ്കൂളില് ഓപ്പൺ ഹൗസ് ആണ് നാളെ. ജിംബുവിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പൊ മാർക്കൊക്കെ കിട്ടുന്ന ദിവസമാണ് നാളെ. അപ്പൊ അമ്മ മീറ്റിങ്ങിന് അമ്മ വരും. പിന്നെ നാളെ നിങ്ങൾക്ക് പ്ലാനറ്റോറിയം ഷോയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ട്, നിങ്ങൾക്കുണ്ട്, ജിംബോനൊക്കെ ഉണ്ട്. അപ്പൊ കാശ് കൊടുത്ത കുട്ടികൾക്ക്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ വൈമോള് കൊണ്ടുപോകും നിങ്ങളെ വരണ വഴിക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ വൈമോള് പോവും, അല്ലെങ്കിൽ വേർടെക്സ് പോയി ഐസ്ക്രീം കഴിക്കും. അപ്പൊ വൈമോള് പോയിട്ട് ഐസ്ക്രീം കഴിച്ചാ പോലെ. എന്ത് മിഠായി? അമ്മയോട് കുറച്ച് പാൻസ് കണ്ടു വെച്ചിട്ടുണ്ട്, അപ്പോന് നല്ല മാച്ച് ആവും. ഒരു ഓടില്ല കഴിക്കോ? അപ്പൊന് പുതിയ വള കാണിച്ചു കൊടുത്തേ അമ്മയുടെ ഫ്രണ്ട്സിന്. ഇഷ്ടായ ചോദിച്ചോക്ക്. ഇതൊന്ന് കഴിക്കോ? മീൻ കറി ഒരു കഴിക്കോ? അമ്മയുടെ പൊന്നല്ലേ, അമ്മയുടെ പൊന്നല്ലേ. അവർക്ക് കാണിച്ചു കൊടുത്തേ അപ്പൂസിന് എങ്ങനെ ഫുഡ് കഴിക്കാന്ന്. ചോറും മീൻ
അപ്പൊ ഈ സൈഡില് ചവച്ചാ മതി. അന്നാ എന്ത് മിനിമ കുഞ്ഞ ആ രസം ഉണ്ടാവില്ലേ? നോക്കിയമ്മ കണ്ണം കഴിക്കണ. അപ്പൊ കണ്ണം കഴിക്കണ നോക്കിയേ. അതാ കണ്ണം കഴിച്ചു. കണ്ണ എവിടെ നോക്കട്ടെ സ്വർണ്ണ അപ്പന്റെ വളയൊക്കെ കുറച്ചേ ഉള്ളു. ഒക്കെ കഴിഞ്ഞു. അപ്പൊ കളിച്ചിട്ടൊക്കെ കളഞ്ഞിട്ട് അതിലുണ്ടായിരുന്നല്ലോ കൊറേ വള. ഇച്ചിരി തന്നെ ഉള്ളൂ ആ പെട്ടിയില് കൊറേ നിറച്ച് വള. ആ വളമല്ലല്ലോ, ഞാൻ ഇങ്ങനത്തെ വള വാങ്ങിക്കാൻ വേണ്ടിട്ടാണ്. ആ സെയിം വളയാ, പക്ഷെ അതിലൊരു സിൽവർ ഉണ്ട്. പക്ഷെ ഇതിലൊരു ഗോൾഡൻ ഫുള്ള് മാത്രമേ. ജിംബോന് ആണെന്നും കേടുന്നിട്ടില്ല. അപ്പൊ ജിംബോന് വാങ്ങിച്ചില്ല. ചേച്ചിക്ക് അമ്മ ഇന്ന് കണ്ണന അപ്പൊ കെട്ടിപ്പിടിച്ച് കിടന്നു. ആ കണ്ട്, അവൻ ഫോണ് കണ്ടു. അതന്നെയാണോ നോക്കട്ടെ കേട്ടോ. അത് തന്നെ വേണ്ട പുസ, വിട് അവന് ഇഷ്ടാവില്ല കാപ്പൂന്. ശരിക്കല്ലേ ഫോണ് കണ്ടിട്ട് സന്തോഷാണ് അവിടെ അമ്മ. വേണ്ട വേണ്ട, ഇത് കഴിച്ചു നോക്കിയേ. സ്ട്രോബെറി അത് ആ സ്ട്രോബെറി ആണ്. ആ ഈ പഠിച്ചാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ പാടില്ല. അതല്ല, ഈച്ച ഭക്ഷണത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഈച്ച രോഗം പരത്തുന്ന ജീവിയാ. അങ്ങനെ നാളെയും കഴിക്കാൻ പാടില്ല, അത് കളയണം ആ ഭക്ഷണം. ഈച്ച ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പാടില്ല. അപ്പൊ നോക്കിയപ്പോ കണ്ണം കഴിക്കണോക്കിയേ. കണ്ണം കഴിക്കണ അപ്പൊ നോക്കിയപ്പോ കൈ അടിക്കപ്പോ അമ്മ ഓ ഡാൻസ് മോല മേരെ മോല. അയ്യോ അപ്പൊ മുറിവാണ്, പോയി നോക്ക്. അയ്യോ മോല മേരെ മോല. അപ്പൊ ചേച്ചി പഠിക്കാൻ വന്നു. ഇതേന്ന് താങ്ക് യു പറ അപ്പു. ഹായ് പഠിച്ചോ. ഇതേതാണ് 8. ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പു എഴുതണത് അപ്പുന്റെ ഫ്രണ്ട്സ് ഒക്കെ നോക്കിയിരിക്കുക. ദേ നോക്കിയേ ഫോണില്. എന്താ ഇത്? 8 പറഞ്ഞേ. ആ ഗുഡ് ഗേൾ. ഇതിലെത്ര കിളികളുണ്ട് എണ്ണിയേ? ഇതിലെത്ര കിളികളുണ്ട്? എണ്ണിയൊക്കെ എത്ര കിളികളുണ്ടെന്ന്. ഇതില് അമ്മ ഈ പുത്രനെന്ന് കൊണ്ടുപോയ പുത്ര 3 8 1 2 3 4 5 6 7 8. ആ ഗുഡ് ഗേൾ. ഫ്രണ്ട്സ് അപ്പുവിന്റെ ഫ്രണ്ടിലെ മുടി കണ്ടോ നോക്കിയേ. അത് കാണിച്ചു കൊടുത്തേ, അമ്മയുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പുവിന്റെ മുടി ഇവിടെ നല്ല സ്റ്റൈലായിരിക്കുന്നില്ലേ? ഇതാ ഇവിടെയൊക്കെ. അത് തിരിച്ച് തിരിച്ച് ഇങ്ങണ്ട് ഫ്രണ്ടിക്ക്. ആ ഇങ്ങനെ ഇതുണ്ട്. ഇതൊക്കെ ആരാ വെട്ടിയിരിക്കുന്നറിയാം? അപ്പു. എന്തിനാണെന്നറിയാം അപ്പുവിനെ വെട്ടിയത്? ബോയ് ആവാൻ, കണ്ണനാവാൻ വെട്ടിയതാ. എന്ത് അതിന് വേണ്ടല്ലേ വെട്ടിയ? ആ അപ്പൊ നീ ആൺകുട്ടിയായിരുന്നു ആദ്യം. അപ്പൊ എഴുതിക്കോ 8. അത് രസമുണ്ട്.
ഇന്നലെ ഭംഗിയുണ്ട് ഇവിടെ വരെ എനിക്ക് വരത്തില്ല. ഭാഗ്യം ജിംബ് പുരികം വെച്ച പോലെയാണ്. ചേച്ചി വരച്ചാ അപ്പൊ ഏറ്റവും എഴുതിയപ്പോ ചിരിക്കുകയാണ്. ചക്ക കണ്ട അമ്മ നോക്ക്, സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക്. ഇതെന്താ അപ്പൊ എഴുതണേ? 8. അവിടെ മായ്ക്ക്, എന്നിട്ട് എഴുത്. തെറ്റിയില്ലേ? അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഗിവ് അവേൻ്റെ നല്ല 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 റെസ്പോൺസസ് വരുന്നുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അത്തത്തിൻ്റെ അന്ന് എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ അതൊന്ന് ഞാൻ നോക്കണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡേറ്റ് അറിയാമല്ലോ. അപ്പോൾ അത്തത്തിൻ്റെ അന്നാണ്. തലേ ദിവസം ഞാൻ എന്തായാലും അത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. എപ്പോഴാണ് എന്നുള്ളത് വിന്നർ അനൗൺസ് ചെയ്യുന്നത് കമൻറ്റ് പിക്ക് ത്രൂ ആണ് കേട്ടോ വിന്നറിനെ ചൂസ് ചെയ്യുക.